നമസ്കാരം. വെൽക്കം ടു ന്യൂ ഡയറി. വടക്കന്മാരുടെ ചതിവുകളുടെ ലോകത്തേക്ക് സ്വാഗതം. എന്താണ് വടക്കെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം. ഭൂമിയുടെ ദിശകളെ മനസ്സിലാക്കാൻ മനുഷ്യൻ രൂപീകരിച്ച 4 ദിക്കുകളിൽ ഒന്ന്. ദിക്കുകൾ മനുഷ്യരുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നതിൽ പങ്കുള്ളതായി ഒരു വാസ്തുശാസ്ത്രവും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ദിക്കുകളിൽ മനുഷ്യരുടെ ചോര ഒഴുക്കിയ കുറുക്കന്മാർ വടക്ക് നിന്ന് വന്നവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു തീരുമാനിക്കും? അന്ധവിശ്വാസമെന്നോ നുണയുടെ കഥകളായോ കരുതാൻ വരട്ടെ. ചരിത്രത്തിൽ നിന്ന് സംസാരിക്കാം. ആരാണ് വടക്കൻ? ജീവൻ ഉത്ഭവിച്ച കാലം മുതൽ ലോകം കേൾക്കുന്ന സത്യമാണ് വടക്കന്മാർ കുറുക്കന്മാർ ആണെന്ന കഥ. എന്തുകൊണ്ടാണ് ലോകം വടക്കനെ കുറുക്കൻ എന്ന് വിളിക്കുന്നത്? എന്ത് കാരണമാണ് ആ വിളിക്കുള്ളത്? തെക്കന്മാർ പാടുന്ന പാട്ടിൽ നിന്ന് തുടങ്ങാം. വടക്കൻ വെടക്കാക്കി തനിക്കാക്കും, തെക്കനെ തൂക്കിലേറ്റും. അതുകൊണ്ട് വടക്കൻ പട്ടിക്ക് ചോറ് കൊടുക്കരുത്. അവർ പട്ടിയല്ല, കുറുക്കനാണ്. ചതിയുടെയും വഞ്ചനയുടെയും അടയാളമായി വടക്കനെ കുറുക്കനായി കാണാൻ അവരെ പഠിപ്പിച്ചത് മുൻകാല അനുഭവങ്ങളായിരിക്കാം. ചരിത്രം നൽകുന്ന അറിവുകൾ അത് ശരിവയ്ക്കുന്നുമുണ്ട്. എന്താണ് ആ ചരിത്രം? മനുഷ്യൻ്റെ പിറവിയോളം വരുമത്. പരിണാമത്തിൽ ജീവനുണ്ടായ ഭൂപ്രദേശമായി കാണുന്നത് ആഫ്രിക്കയിലെ വനങ്ങളിൽ നിന്നുള്ള പൂർവികരിൽ നിന്നാണെന്ന് പറയുന്നു. ആ പൂർവികർ ഭൂമിയുടെ തെക്കുള്ള ആഫ്രിക്കയിൽ നിന്ന് വടക്കോട്ട് ഇന്നത്തെ യൂറോപ്പ് ലക്ഷ്യമാക്കി യാത്രയാരംഭിച്ചു. ഭൂമിയുടെ ആകർഷണ വലയത്തിൽ തെക്കിനെ പോസിറ്റീവ് ക്യാരക്ടർ മൂടുമ്പോൾ വടക്ക് തിന്മയുടെ നെഗറ്റീവ് എനർജി ഒരു ഓറയായി വായുവിൽ മനുഷ്യരെ വലയം ചെയ്യുന്നു. ഈ ഓറയുടെ പ്രവാഹം അവരുടെ ക്യാരക്ടറിനെ മാറ്റിമറിക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന ഇടത്തു നിന്ന് വടക്കോട്ട് ചലനം സംഭവിക്കുമ്പോൾ ക്യാരക്ടർ ചേഞ്ചായി തെക്കനെ ചതിവിലൂടെ കീഴടക്കാനുള്ള മൈൻഡ് സെറ്റിലേക്ക് ഓറ കൺവേർട്ടാകുന്നു. ഇതോടെ വടക്കന്മാർക്ക് 5 കുറുക്കൻ സ്വഭാവങ്ങളാണ് സംഭവിക്കുക. ഒന്നാമതായി പൊങ്ങച്ചം. ഇല്ലാത്ത കഥകളിൽ നിന്നും നുണയിൽ പണിത പാരമ്പര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമതായി പിന്നിൽ നിന്ന് കുത്തുന്ന ശീലം. ആട്ടിൻതോൽ അണിഞ്ഞു കൂടെ നിന്ന ശേഷം എല്ലാ പണിയും നടത്തി അടുത്തവൻ്റെ തലയിൽ വയ്ക്കുകയാണ് രീതി. കൂട്ടത്തിൽ ഒരു തെക്കനുണ്ടെങ്കിൽ അവൻ്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് പൊതുവെ ചെയ്യുക. അതുകൊണ്ടാണ് വടക്കൻ വെടക്കാക്കി തനിക്കാക്കും, തെക്കനെ തൂക്കിലേറ്റും എന്ന് പറയുന്നത്. മൂന്നാമതായി ഏതു വഴിയായാലും പണം നേടുക. അതിന് എന്തു നെറുകേട് ചെയ്യാനും ഇവർ മടിക്കാറില്ല. ഒരു കച്ചവടം വടക്കൻ തെക്കൻ തുടങ്ങിയാൽ ക്ലൈമാക്സ് അവസാനിക്കുക തെക്കൻ ചതിവിലൂടെ പുറത്താകും, വടക്കൻ നാട് ഭരിക്കും. അതുകൊണ്ട് തെക്കന്മാർ പറയും, വടക്കൻ പട്ടിക്ക് ചോറ് കൊടുക്കരുത്, അവർ പട്ടിയല്ല കുറുക്കനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും അതിശയോക്തി തോന്നാം. അത് നിങ്ങളുടെ തെറ്റല്ല. വടക്കന്മാർ എഴുതിയ നുണകളിൽ ജീവിക്കുമ്പോൾ സത്യം മറഞ്ഞു നിൽക്കും. പക്ഷേ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. പകൽ വെളിച്ചത്തിൽ ചിരിച്ച് കൂടെ നിന്ന് രാത്രിയുടെ ഒളിവിൽ പിന്നിൽ കുത്തുന്ന വടക്കൻ പിച്ചാത്തികളുടെ പാരമ്പര്യം. ചരിത്ര വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. ആഫ്രിക്ക, ജീവൻ്റെ തുടുപ്പ് നിൽക്കുന്ന മണ്ണ്. ആ ആഫ്രിക്കയുടെ മണ്ണിൽ വടക്കൻ ദേശത്ത് നിന്ന് വന്ന കുറേ കുറുക്കന്മാർ. കച്ചവടമായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് കരുതി കുറുക്കന്മാരെ ആഫ്രിക്കൻ ജനത സ്നേഹപൂർവ്വം സ്വീകരിച്ചു. പിന്നീട് കുറുക്കന്മാർ നടത്തിയ ചതിവുകളുടെ ചരിത്രം നമുക്കറിയാം. അടിമത്തം, പിടിച്ചടക്കൽ, അങ്ങനെ ആഫ്രിക്കയുടെ വടക്കൻ ദേശമായ യൂറോപ്പിൽ നിന്ന് വന്ന കുറുക്കന്മാർ ആ നാട്ടിലെ എല്ലാം കൊള്ളയടിച്ചു. എന്തുകൊണ്ടിത് സംഭവിച്ചു? ലോകത്തെവിടെയും നിങ്ങൾ നിൽക്കുന്ന മണ്ണിൻ്റെ വടക്ക് നിന്ന് വരുന്ന കുറുക്കന്മാർ വളവിലൂടെ ചതിവ് നടത്തിയ ചരിത്രമാണുള്ളത്. ഇന്നും ഇതേ ചതിവ് തുടരുന്നു. വടക്കൻ്റെ ജന്മസ്വഭാവം ചതിവാണ്. ഇത് തിരിച്ചറിയാൻ വൈകിയ ഒരു ജനത അവരുടെ രാജ്യത്ത് വന്ന കുറച്ച് വടക്കന്മാരെ കയറ്റിയിരുത്തി. കച്ചവടക്കാരായ വടക്കന്മാരുടെ അന്നത്തെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആട്ടിൻതോലണിഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടൻ എന്ന കുറുക്കനായി ഭരണം തുടങ്ങി. വടക്കൻ വെടക്കാക്കി തനിക്കാക്കുമെന്ന് തെക്കൻ തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്ത് പുതിയൊരു രാജ്യം പിറവിയെടുക്കുന്നു. ഭൂമിയുടെ വടക്കു നിന്നെത്തിയ കുറച്ച് കുറുക്കന്മാർ കണ്ടെത്തിയ പ്രദേശം. അവിടെയുള്ള തദ്ദേശീയരായ ജനങ്ങളെ കൊന്നൊടുക്കി താമസം ഉറപ്പിച്ചു. കുറുക്കന്മാർ ആ നാടിന് നൽകിയ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതോടെ തെക്കൻ ദേശമായ ആഫ്രിക്കയിലെ മനുഷ്യന്മാരുടെ കഷ്ടകാലം ആരംഭിച്ചു. നൂറ്റാണ്ടുകളായി അമേരിക്കയിലെത്തിയ ആഫ്രിക്കൻ അടിമകൾ ലക്ഷത്തിലധികമായിരുന്നു. വടക്കന്മാരായ അറബി ദേശങ്ങളുടെ അടിമക്കച്ചവടത്തിന് പിന്തുടർച്ചയായി അമേരിക്ക നടത്തിയ ക്രൂരതകളുടെ ഫലമായിരുന്നു അത്. ഈ വർത്തമാനകാലത്ത് മറ്റൊരു വടക്കൻ രാജ്യമാണ് ചൈന.
ചൈനയുടെ തെക്കൻ ബോർഡർ പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഫിലിപ്പീൻസ്, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവ. അവർക്ക് അവകാശപ്പെട്ട സമുദ്രാതിർത്തി ഇന്ന് ചൈന നടത്തുന്ന അതിക്രമങ്ങൾ ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ടു പോകുന്നു. തെക്കൻ വടക്കനെ വഞ്ചിച്ച ചരിത്രമില്ല. പക്ഷേ വടക്കൻ തെക്കോട്ട് ചോര ഒഴുക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് തെക്കനെ പ്രതിയാക്കി വടക്കൻ ആട്ടിൻതോൽ ധരിച്ച് സമൂഹത്തിൽ മാന്യനായി നിൽക്കും. വടക്കൻ കുനിഞ്ഞാൽ കാപ്പണം, വടക്കൻ ചെരിഞ്ഞാൽ അരപ്പണം, വടക്കൻ നിവർന്നാൽ മുഴുപണം. വടക്കൻ വെടക്കാക്കി തനിക്കാക്കും, തെക്കനെ തൂക്കിലേറ്റും. അതുകൊണ്ട് വടക്കൻ പട്ടിക്ക് ചോറ് കൊടുക്കരുത്. അവർ പട്ടിയല്ല, കുറുക്കനാണ്. ഇന്ത്യയെ ആക്രമിച്ച വടക്കന്മാരായ ബാർബർ. അതുപോലെ അറബിക്കച്ചവടക്കാരുടെ പുതിയ കഥകളുമായി അടുത്ത ഭാഗത്തിൽ കാണാം. അതുവരെ വടക്കൻ്റെ ദൃഷ്ടി പതിയാതെ സൂക്ഷിക്കുക. പോകുമ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.